ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഇസ്ലാംനഗർ ഫോർട്ടിലാണ്. ഇതിനകത്ത് 2 മഹലുകളുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അകത്ത് കയറിയിട്ട് കാണാം. മധ്യപ്രദേശിലെ ഭോപ്പാൽ ജില്ലയിലെ ചെറിയൊരു ഗ്രാമമാണ് ഇസ്ലാം. അപ്പോൾ ഇവിടെ 2 ഫോർട്ടുകളാണ് കാണാൻ പറ്റുന്നത്. 2 മഹലുകളാണ്, റാണി മഹലും അതുപോലെ തന്നെ ചമൻ മഹലും. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് റാണി മഹലിലാണ്. ഭോപ്പാൽ നഗരത്തിന്റെ സ്ഥാപകനായ ദോസ്ത് മുഹമ്മദ് ഖാൻ നിർമ്മിച്ച കൊട്ടാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് യഥാർത്ഥത്തിൽ അറിയപ്പെട്ടത് ജഗദീശ്പുരം എന്നാണ്. ഈ സ്ഥലം പ്രാദേശിക രജപുത്ര നേതാക്കന്മാരാണ് സ്ഥാപിച്ചത്. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഭോപ്പാൽ നാട്ടുരാജ്യത്തിന്റെ സ്ഥാപകനായ ദോസ്ത് മുഹമ്മദ് ഖാൻ ഈ സ്ഥലം പിടിച്ചെടുത്ത് ഇതിന് ഇസ്ലാംനഗർ എന്ന് പുനർനാമകരണം ചെയ്തതാണ്. ഇസ്ലാംനഗർ സ്ഥിതി ചെയ്യുന്നത് ഭോപ്പാൽ ബരസിയ റോഡിലാണ്. അപ്പോൾ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് മൺഡേ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവുമുണ്ട്. 10 AM to 5 PM ആണ്. കോട്ടകളുടെ നഗരമായ ഇസ്ലാംനഗർ നിരവധി വാസ്തുവിദ്യാ വൈഭവങ്ങൾ നിറഞ്ഞതാണ്. റാണി മഹലും അതിലൊന്നാണ്. കൃത്യമായി ഇതിൻ്റെ ഉത്ഭവം അറിയില്ല. ഇത് ഏകദേശം 1770-കളിൽ സ്ഥാപിതമായതാണെന്നാണ് പറയപ്പെടുന്നത്. ചരിത്രവും കഥകളും കോട്ടകളും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ സ്ഥലം തീർച്ചയായും ഇഷ്ടപ്പെടും. ദോസ്ത് മുഹമ്മദ് ഖാന്റെ രാജ്ഞികളുടെ വസതിയായിരുന്നു ഈ റാണി മഹൽ. അവധി ദിവസങ്ങളിൽ ഫാമിലിയോടൊപ്പം ഇവിടെ വന്നിരിക്കാനായിട്ട് നല്ല രസമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇവിടുത്തെ ഗാർഡനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതാണ്. അപ്പോൾ നമ്മൾ റാണി മഹലിൻ്റെ അകത്തുള്ള ആ ഒരു ഗാർഡനും അതുപോലെ തന്നെ ആ താഴത്തെ നിലയിലുള്ള ഒരു വ്യൂ ആണിത്. അപ്പോൾ അവിടെ ഇതുപോലെ കുറേ റൂമുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ റൂമൊന്നും നമുക്ക് വിസിറ്റേഴ്സിനായിട്ട് ഓപ്പൺ ചെയ്ത് തരുന്നതല്ല. അതുപോലെ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാനും പറ്റില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഈ ഒരു നടുമുറ്റം. ചെറിയൊരു ഗാർഡൻ പോലെയാണ്. അപ്പോൾ പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കവാടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ റാണി മഹലിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റാണി മഹലിൻ്റെയും ചമൻ മഹലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു വലിയ ഗാർഡനാണ്. അത്യാവശ്യം വലിയ ഗാർഡനാണ്. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നമുക്കൊന്നിരിക്കാനും പച്ചപ്പട്ട് വിരിച്ച പോലാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ അപ്പം ഇതിൻ്റെ ഈ റാണി മഹലിൻ്റെ ബാക്ക് സൈഡ് നമുക്കൊന്ന് കാണാം. വൻ മതിൽക്കെട്ടുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇതാണ് റാണി മഹലിൻ്റെ ബാക്ക് സൈഡ്. ഒരുപാട് പുരാതനമായൊരു മഹലാണ്. അപ്പോൾ ഇതിൻ്റെ പിറകിലുള്ള ഈ വൻ മതിൽക്കെട്ടിൻ്റെ കണ്ടില്ലേ, ഇതും പൊട്ടിപ്പൊളിഞ്ഞ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വലിയൊരു വയൽ കാണാം. കൃഷിയൊക്കെ നടത്തുന്ന ഏരിയ ആണ്. കണ്ടില്ലേ, ഇതാണ് വലിയ കൃഷി സ്ഥലങ്ങളാണ് ഇത് ഈ ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. ഇവിടെ മൊത്തം ഇതുപോലെ പള്ള പിടിച്ച് കിടക്കുകയാണ്. അതിൻ്റെ താഴെയായിട്ട് ചെറിയൊരു പുഴയും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് ഈ റോഡ് അങ്ങ് പോയിരിക്കുന്നത് ഇവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ട്. അത് ചമൻ മഹലിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്. റാണിമാർക്ക് ചമൻ മഹലിലേക്ക് പോകാനുള്ള ഒരു റൂട്ടാണിത്. ഷോർട്ട് കട്ടാണിത് റാണി മഹലിൽ നിന്നും ചമൻ മഹലിലോട്ടുള്ള. അപ്പോൾ നമ്മൾ ഗാർഡൻ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ചമൻ മഹലിലേക്ക് പോവാം. അപ്പോൾ ചമൻ മഹലിൻ്റെ എൻട്രൻസ് ആണിത്. അപ്പോൾ ഇങ്ങനെയാണ് എൻട്രൻസ്. ഇവിടെ ഒരു ചെറിയ ഇതുപോലെ ഒരു റൂമുണ്ട്. അവിടെ ഈ രാജാക്കന്മാരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പണ്ടും വന്നിട്ടുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഫോട്ടോസ് എല്ലാം അവരുടെ അടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഓരോരുത്തരുടെ ഫോട്ടോയും ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ഏത് വർഷമാണ് ജനിച്ചത് അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവരിപ്പോൾ എടുത്ത് മാറ്റി. ഇവിടെ നല്ല ഭംഗിയുള്ള പൂക്കളും അതുപോലെ തന്നെ നാരങ്ങ മരവും നാരകവും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. റാണി മഹലിനെ അപേക്ഷിച്ച് ചമൻ മഹൽ വാസ്തുശാസ്ത്രപരമായി മനോഹരവും വിസ്തൃതവുമാണ്. ഇവിടെ അധികം ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടില്ലാത്തതിനാൽ അത് നന്നായി പരിപാലിച്ചിട്ടില്ലെങ്കിലും ഇപ്പോഴും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഈ കോട്ടയുടെ ഇസ്ലാംനഗറിലേക്കുള്ള ഒരു വലിയ പ്രവേശന കവാടം നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തന്നെ ഈ കോട്ടയ്ക്കുള്ളിലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് അടുത്തായിട്ട് ചെറിയൊരു കഫ്തീരിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി പുൽത്തകടിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ 2 കൊട്ടാരങ്ങൾ ഇതുപോലെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്.
നിങ്ങളൊരു ചരിത്ര പ്രേമിയാണെങ്കിൽ നിങ്ങൾക്ക് ഭോപ്പാൽ ചുറ്റിക്കടൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടയ്ക്ക് വന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഒഴിവ് സമയങ്ങളിൽ നമുക്കിവിടെ വന്നിരിക്കാനും പിള്ളേരുമൊത്ത് എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ വലിയ ഗൈഡുകളൊന്നും നമുക്കിവിടെ കിട്ടില്ല, നമ്മൾ തന്നെ കയറി കാണുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പുരാതനമായിട്ടുള്ള ഒരു കോട്ടയാണ്, അധികം സംരക്ഷിക്കപ്പെടുന്നൊന്നുമില്ല ഇത്. പിന്നെ ഇടയ്ക്ക് ആൾക്കാർ ഇതുപോലെ വന്നും പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം അധികം ആൾക്കാർ അങ്ങനെ വരുന്നില്ല. അപ്പം ഞങ്ങൾ പോയതൊരു സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ അടുത്ത് ഭോപ്പാലിൽ അടുത്ത പ്രദേശത്തുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു പൂളിനകത്ത് ശരിക്കും വെള്ളം ഉണ്ടായിരുന്നതാണ്. ഇപ്പം എന്തോ വെള്ളം വറ്റിക്കിടക്കുവാണ്. അപ്പോൾ കുട്ടികളൊക്കെ വന്ന് എല്ലാവരും അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആരോമിലും ചാടണം എന്ന് പറഞ്ഞിട്ട് അവനും എടുത്ത് ചാടി. അപ്പോൾ നമുക്കിനി ചമൻ മഹലിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ഇതുപോലെ 3 വാതിലുകളാണ് നമ്മുടെ ചമൻ മഹലിൻ്റെ ബാക്ക് സൈഡിലോട്ടുള്ളത്. അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ റാണി മഹലിൻ്റെ ബാക്ക് സൈഡ് കണ്ടതുപോലെ തന്നെ ആ പുഴ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഗോതമ്പ് പാടങ്ങൾ, കൃഷി ഏരിയ ആണ് ബാക്കി കാണുന്നത്. ഉണ്ടല്ലോ, ഒരുപാട് പഴയ ഒരു ഫോർട്ടാണിത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.